നമ്മുടെ ശരിക്കും കുഞ്ഞു മക്കൾക്ക് നമ്മൾ എപ്പോഴും പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പറയണമെന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതൽ നമ്മളത് കേൾക്കുന്നൊരു കാര്യമാണ്. കുട്ടികളെ അത് പഠിപ്പിക്കണം, മാൻഡേറ്ററി ആണ്. ശരിക്കും ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും എങ്ങനെ പഠിപ്പിച്ച് കൊടുക്കേണ്ടേ? സോ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇപ്പം ഔട്ട്ഡേറ്റഡ് ആയി. അതിന് പകരം സേഫ് ആൻഡ് അൺസേഫ് ടച്ച് ആൻഡ് ബിഹേവിയർ എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ് ഇപ്പോൾ ഉള്ള സ്റ്റഡീസ്. അപ്പോൾ ഇപ്പം ഗുഡ് ടച്ച് ബാഡ് ടച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല. സേഫ് ആൻഡ് അൺസേഫ് ടച്ച്, അതായത് കൂടുതലും അബ്യൂസ് സംഭവിക്കുന്ന 97% കേസസിൽ ക്ലോസ് ഫാമിലി മെമ്പർ അല്ലെ ഫാമിലി ഫ്രണ്ടിൽ നിന്നുമാണ്. സ്ട്രേഞ്ചർ ഡേഞ്ചർ അല്ല പണ്ടത്തെ പോലെ പിള്ളേപ്പെടുത്തുകാരെ കുടിച്ചോട്ട് പോകും ആ ഒരു ഇതല്ല. ക്ലോസ് ആയിട്ട് അറിയാവുന്ന ആളുകളാണ്. ഫാമിലിയുടെ ഡൈനാമിക്സ് അറിയാം, ഈ കുട്ടി എപ്പോഴാണ് വീട്ടിൽ തന്നെ ഇരിക്കുന്നത് എന്നുള്ളത് അറിയാം, അല്ലെങ്കിൽ പേരൻസ് ഈ കുട്ടിയെ വെളി വിളിച്ചുകൊണ്ട് പോകുന്നില്ല അപ്പം നമുക്ക് വിളിച്ചുകൊണ്ട് പോകാന്നുള്ളത് അറിയാം. അങ്ങനെ വളരെ ക്ലോസ് ഫാമിലി മെമ്പറോ ഫാമിലി ഫ്രണ്ടോ ആണ് കൂടുതലും അബ്യൂസിൽ ഇത് ചെയ്യുന്നെന്നുള്ളതാണ് റിസർച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവർ പോയി നേരെ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്സ് ഒന്നും തൊടത്തൊന്നുമില്ല. തൊട്ടാ കൊച്ചു ബഹളം ഉണ്ടാക്കില്ല. കൊച്ചിനറിയത്തില്ല അമ്മയെ അല്ലെങ്കിൽ ഗ്രാൻഡ്മായും മാത്രമേ എന്നെ ക്ലീൻ ചെയ്യത്തുള്ളൂ, കുളിപ്പിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പപ്പയെ ക്ലീൻ ചെയ്യും, അതറിയാമല്ലോ കൊച്ചിന്. അപ്പൊ പെട്ടെന്നൊരു വേറൊരാൾ വന്ന് പ്രൈവറ്റ് പാർട്ടിലല്ല തൊടുന്നേ. അപ്പൊ അവർ ചെയ്യുന്നത് ഗ്രൂമിങ് എന്നൊരു പ്രോസസ്, സെക്ഷൽ ഗ്രൂമിങ് എന്ന പ്രോസസ്സിൽ കൂടെ കുട്ടിയുടെ ട്രസ്റ്റ് ഏൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫാമിലി വിസിറ്റ് ചെയ്യും, കൊച്ചിന്റെ ആ കൂടെ പോയി ഇരിക്കും, കൊച്ചു ചിലപ്പോൾ അതെ ഒന്ന് കെട്ടിപ്പിടിച്ചെന്നിരിക്കും, അടി കയറ്റിയിരുത്തിയെന്നിരിക്കും, ഞാൻ മിഠായി വാങ്ങിച്ചു തരട്ടേയും ചോദിക്കും. അപ്പൊ പേരൻസിനോട് പറയും, യോ ഇന്ന് മിഠായി വാങ്ങിക്കാൻ മറന്നുപോയി, ഞാൻ താഴത്തെ കടന്ന് പോയി മേടിക്കാം, നീ കൂടെ വരുന്നു, കൊച്ചും കൂടെ വരുന്നു എൻ്റെ കൂടെ, നമുക്ക് പോയി മേടിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസിൽ കൂടെയാണ് അവർ ഈ ട്രസ്റ്റ് ഏൺ ചെയ്യുന്നത്. ഈ കുഞ്ഞിന് പക്ഷേ ഈ ഒരു പ്രെഡേറ്ററിന്റെ അപ്രോച്ച് അൺഹെൽത്തി ആയിട്ടോ അൺസേഫ് ആയിട്ടോ ഫീൽ ചെയ്താൽ പോലും റിയാക്ട് ചെയ്യാൻ പറ്റാണ്ട് പോകും. ഈ ടച്ച് വരുമ്പോൾ മാത്രമേ പറയാവുള്ളൂ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ ടച്ച് വരുന്നത് വരെ കൊച്ചിന് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ടച്ച് സംഭവിച്ചിട്ടില്ല. സോ കാരണം നമ്മളെ പ്രൈവറ്റ് പാർട്സിൽ ടച്ച് ചെയ്യാണ്ട് വെറുതെ ഒന്ന് കവളത്ത് ടച്ച് ചെയ്ത് പോലും ദേ ക്യാൻ മേക്ക് us ഫീൽ വിയർഡ്. നോ, കൂടെ വന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു പൊണോഗ്രാഫിക് ആയിട്ടുള്ള പിക്ചർ കാണിക്കാം, അല്ലെങ്കിൽ ഒരു അഡൾട്ട് ജോക്ക് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അവരുടെ സെക്ഷൽ ബോഡി പാർട്സ് കാണിക്കാം. അങ്ങനെ ടച്ച് ഇല്ലാത്ത എത്രയോ കാര്യങ്ങൾ സംഭവിക്കാം. അപ്പം നമ്മൾ ടച്ചിൽ ഫോക്കസ് ചെയ്യാണ്ട് ഫീലിങ്ങിൽ സേഫ് ഓർ അൺസേഫ്. അത് മാത്രമല്ല കുട്ടിയുടെ കോഗ്നിറ്റീവ് ബ്രെയിൻ ആ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്യാൻ ടൈം ആവും. 6-7 ഇയേഴ്സിന് ശേഷം അതിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യമായിട്ട് തുടങ്ങുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ ഗുഡ് ബാഡ് ആ പർട്ടിക്കുലർ പ്ലേസ് ടച്ച് എന്നൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആ പ്രായത്തിൽ കോംപ്ലിക്കേറ്റഡ് ലോജിക്കൽ ആക്ടിവിറ്റീസ് ആണ്. പക്ഷെ ആ പ്രായത്തിൽ നല്ലപോലെ ഏകദേശം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് ലിംബിക് സിസ്റ്റം ആണ്. അപ്പം നമ്മുടെ ഇമോഷൻസ് കുറച്ചുകൂടെ കുട്ടിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളുണ്ട്. വാട്ട് ഡു യു ഫീൽ? അപ്പോൾ ദാറ്റ് ചൈൽഡ് വിൽ ബി ഏബിൾ ടു സേ ഈ അങ്കിള് വീട്ടിൽ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, അല്ല എന്നെ ഒരു മാതിരി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അബ്യൂസ് പോലും നടന്നിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ റെഡ് ലൈറ്റ് വരുന്നതിന് മുമ്പ് ആ ഓറഞ്ച് ലൈറ്റിലും യെല്ലോ ലൈറ്റിലും തന്നെ നമുക്ക് പിടിക്കാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സമീപനം നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പം ഗുഡ് ആൻഡ് ബാഡിന് പകരം സേഫ് ആൻഡ് അൺസേഫ്. നിനക്ക് എന്താ തോന്നണേ? വാട്ട് ഈസ് യുവർ ബോഡി ടെൽ യു? അപ്പോൾ ആ കൊച്ചു നമുക്ക് കറക്റ്റായിട്ട് പറയും, അങ്ങനെ പറയും, ഞാൻ വരത്തില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ അബ്യൂസ് നടക്കുന്നത് വരെ നമ്മളോട് വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് സേഫ് ആൻഡ് അൺസേഫ് ആണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ അത് കണക്ട് ചെയ്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കുട്ടികൾ സ്കൂളിൽ പോകാൻ മടി കാണിക്കാറുണ്ടല്ലോ. അത് ചിലപ്പോൾ പാരൻസ് പഠിക്കാൻ മടി കാണിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്കൂൾ അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി മാത്രമേ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് വരുന്നുള്ളൂ. കാരണം ഇത്രയും കുട്ടികൾ വരുന്ന ഒരു സ്ഥലം അങ്ങനെ. പക്ഷേ ചില പോയിന്റിലെങ്കിലും കുട്ടികൾ അവിടെ സേഫ് അല്ലാത്തതാണെന്ന് അവരുടെ ഉള്ളിൽ തോന്നുന്നതായിരിക്കുമോ ഈ കരച്ചിലിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടോ? ഇപ്പം ജൂൺ ആവാറായില്ലേ, ഇപ്പം സ്കൂൾ തുറക്കാൻ പിള്ളേരൊക്കെ കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഒക്കെ ആളുകൾ എടുത്തില്ല. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം സുമി, കുട്ടികൾ കരയുന്നത് ഒരു ഡിസ്ട്രെസ്സിൻ്റെ സൈനാണ്, അതൊരു ക്യൂട്ട്നെസ്സിൻ്റെ സൈൻ അല്ല. ഇത് കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും മനസ്സാക്ഷി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികൾ കരയുന്നതെടുത്ത് കോമഡി വീഡിയോ ആക്കാതിരിക്കുക. അവർ ഡിസ്ട്രെസ്സിലാണ്, അവരുടെ നെർവസ് സിസ്റ്റം ഡിസ്റെഗുലേറ്റഡ് ആണ്, അവരുടെ സിമ്പത്തറ്റിക് മോഡിലാണ്. അവർക്ക് അതുകൊണ്ട് അവരിങ്ങനെ വെളിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആ പേടിയും ഒരു അൺസേഫ് ഫീലിംഗും ഒക്കെ. ഏറ്റവും വലിയൊരു റീസൺ ആയിട്ട് ഞാൻ കാണുന്നത് കുട്ടികൾ റെഡി അല്ലാത്തപ്പോൾ അവരെ സ്കൂളിലോട്ട് അയക്കുന്നത്. സോ വെൻ they have to be emotionally ready to disconnect from the care provider. സോ നമ്മൾ ഒരു നേച്ചറിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എപ്പോഴും കുഞ്ഞുങ്ങൾ പ്രൈമറി കെയർ ഗീവറിൻ്റെ കൂടെ, അമ്മയുടെ കൂടെ, അല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിലോ ട്രൈബിലോ വില്ലേജിലോ ഉള്ള ആളുകളുടെ കൂടെ കെട്ടി ബേബി വെയർ ചെയ്താണ് നമ്മൾ അല്ല അച്ഛൻ്റെ പുറകിൽ അല്ല അമ്മയുടെ പുറകിൽ അതിന് അങ്ങനെയാണ് പോകുന്നത്. അവിടെ ഒരിക്കലും ഒരു ഫിസിക്കൽ ഡിസ്കണക്ട് സംഭവിക്കുന്നില്ല. അത് നമ്മൾ ഇങ്ങനെ ഒരു അർബൻ ലിവിങ്ങിലോട്ട് വന്നപ്പോഴാണ് ആ ഫിസിക്കലി ഡിസ്കണക്ട് ആവാൻ തുടങ്ങുന്നത്.
അപ്പോൾ പല കുട്ടികളും അതിന് തയ്യാറല്ല, ഇമോഷണലി റെഡിയല്ല, സൈക്കോളജിക്കലി റെഡിയല്ല. അതിന് മുമ്പേ തന്നെ പോയി കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ 3.5 വയസ്സിൽ സ്കൂളിൽ പോകണം എന്നുള്ളൊരു ബിലീഫ് നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാര് പറഞ്ഞു? ആ കുട്ടി അതിന് റെഡി അല്ലെങ്കിലോ, ആ കുട്ടിക്ക് ടൈം ആയിട്ടില്ലെങ്കിലോ, അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു കാലഘട്ടമൊന്നുമല്ല, ഒരു 2 ജനറേഷൻസ് മുമ്പ് വരെ സ്കൂളെന്ന് പറഞ്ഞാൽ തന്നെ 6-7 വയസ്സിൽ ശേഷമേ ഉള്ളൂ. അപ്പൊ അന്നേരം നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, ലോജിക്കൽ ബ്രെയിൻ്റെ ഡെവലപ്മെന്റ്. ലോജിക്കൽ ബ്രെയിൻ ഡെവലപ്പ് ആയാൽ മനസ്സിലാകും ഞാൻ അവിടെ പോയാൽ തിരിച്ചു വരാൻ പറ്റും. അപ്പൊ ലോജിക്കൽ ബ്രെയിൻ ഡെവലപ്പ് ആകാത്തൊരു കുട്ടിക്ക് അവിടെ കൊണ്ടിട്ട് എന്നെ അറിയാൻ പാടില്ലാത്ത ആരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പർട്ടിക്കുലർ ടൈമിൽ സുസു പോവുള്ളൂ, പർട്ടിക്കുലർ ഇതിലേ ചെയ്യാവുള്ളൂ. ചില പിള്ളേർ അന്നേരം ബോട്ടി ട്രെയിൻ പോലെ ആയിട്ടുണ്ടാവില്ല, 2-3 പ്രീ സ്കൂളിലൊക്കെ വിടുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? എത്ര ട്രെയിനിങ്, എത്ര എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉള്ള ഫെസിലിറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ എഡ്യൂക്കേറ്റേഴ്സ്, അവിടുത്തെ ടീച്ചേഴ്സ് ആർ ട്രെയിൻഡ് ടു ഹാൻഡിൽ ഓൾ ദീസ് തിങ്സ്. പല വീഡിയോകളും ഞാൻ കാണുന്നത് ആ ടീച്ചർമാർ തന്നെ എടുക്കുന്ന വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ബേസിക് ട്രെയിനിങ് ഓഫ് ദ ചൈൽഡ് ബീയിങ് ഇൻ ഡിസ്ട്രസ് ഇവർക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാ ഇത് നടത്തിക്കൊണ്ട് പോകുന്നു ഞാൻ ആലോചിക്കാറുണ്ട്. സോ ടോപ്പ് റീസൺ എന്നെ സംബന്ധിച്ചിടത്തോളം ദ ചൈൽഡ് ഇസ് നോട്ട് റെഡി ടു ഗോ. ദാറ്റ് ഇസ് വൺ ബിഗ് റീസൺ വൈ ദേ ക്രൈ, ബിക്കോസ് ദേ ഡോണ്ട് ഫീൽ സേഫ്, ദേ ഡോണ്ട് നോ ദോസ് പീപ്പിൾ. അപ്പം അങ്ങനെയുള്ളപ്പം നമ്മൾ പേരൻസിനോട് പറയുന്നത്, നിങ്ങൾക്ക് അതിൽ കൂടുതൽ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി ഒരാഴ്ച ഇരിക്കേ, 10 ദിവസം ഇരിക്കേ. അങ്ങനെ അലോ ചെയ്യുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അങ്ങനെ അലോ ചെയ്യണം. അത് അലോ ചെയ്യാത്ത ആളുകൾ പിന്നെ എൻ്റെ കുട്ടിയെ വളർത്തണ്ടെന്നേ. അത് അലോ ചെയ്യാത്തൊരു സ്ഥലത്ത്, അത്രയും പോലും കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അറിയാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് ഞാൻ കുട്ടിയെ ഫുൾ ഡേ ഇരുത്തിയിട്ട് വരുമോ? ഒരിക്കലും. നാളെ അതിനുണ്ടാവുന്ന ട്രോമ പിന്നെ ഞാൻ അടുത്തതിന് പോകണം, അല്ലേ? അപ്പൊ അതിൽ ബെറ്റർ ഒരു 6 months ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി റെഡി ആവും. അത് ഞാൻ പല സിറ്റുവേഷനിലും കണ്ടിട്ടുണ്ട്. ഒരു 3-4 monthsലൊക്കെയാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് പെട്ടെന്നാവുന്നത്. ഒരു 4-ൽ റെഡി ആവത്തില്ല, 4.5-ലായിരിക്കും ഭയങ്കരമായിട്ട് റെഡി ആവുന്ന കുട്ടി. പെട്ടെന്ന് ചേഞ്ചസ് സംഭവിക്കുന്നത് ആ ഏജിൽ. ഓരോ മാസത്തിലും ഓരോരോ മൈൽ സ്റ്റോൺസ് അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒന്ന് വെയിറ്റ് ചെയ്താൽ ചിലപ്പം അടുത്ത സ്കൂൾ ഇയറിൽ ടേമിൽ അവർ റെഡി ആവുമായിരിക്കും. അപ്പം അത് നമ്മുടെ ആസ് പേരൻസ് വി നീഡ് ടു ടേക്ക് ദറ്റ് കോൾ. അപ്പം ഇതിലൊരു കാര്യം വെച്ചാൽ പേരൻസ് ഇപ്പം ചൈൽഡ് ബ്രെയിൻ ഡെവലപ്മെന്റ് മനസ്സിലാക്കിയാൽ മാത്രമേ പേരന്റ് ആവാൻ പറ്റുന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഇത്രയും വലിയൊരു ജോബല്ലേ. എല്ലാ ജോബുകൾക്കും ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഒരു എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വരണം, ഡിഗ്രി ഡിപ്ലോമ കഴിയണം, ഒരു സർട്ടിഫിക്കേഷനെങ്കിലും കഴിയണം എന്ന് പറയുമ്പം പേരന്റിങ് എന്നൊരു വലിയൊരു ജോബിന് ഒരു ഹ്യൂമൻ ബീങ്ങിനെ റേസ് ചെയ്യുന്ന പരിപാടിയാണ്. നാളെ സൊസൈറ്റിക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇയാൾ വളർന്നു വരണം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. അതിനെ വളർത്താനുള്ള എന്ത് ക്വാളിഫിക്കേഷനാണ് നമ്മുടെ ഉള്ളത്? സോ എന്നും പറഞ്ഞിപ്പോൾ ഉടനെ എല്ലാവരും പേരൻറ്റിങ്ങിന് ഒരു കോളേജ് വേണം, ആ കോളേജിൽ പോയി നമ്മൾ പഠിച്ച് ബിരുദാനന്ദ ബിരുദം കിട്ടിയാലേ പേരൻ്റ്, അത് പറ്റത്തില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ളൊരു ചൈൽഡ് ബ്രെയിൻ, അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ചൈൽഡ് ബ്രെയിൻ ലോജിക്കൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് 6 വയസ്സിന് ശേഷം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇമോഷണൽ ബ്രെയിൻ എത്രത്തോളം അണ്ടർ ഡെവലപ്ഡ് ആണ്, അതിൻ്റെ ഇമോഷൻ റെഗുലേഷൻ കുട്ടിക്ക് അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്, അതുകൊണ്ടാണ് ടാൻട്രംസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മെൽറ്റ് ഡൗൺസ് ഉണ്ടാകുന്നത്. അത് നേരം നമ്മൾ അതിനെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണം. നമ്മൾ വഴക്കും ബഹളവും അടിയും ഇതൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല, ആ കുട്ടിക്ക് അത് മനസ്സിലാകത്തില്ല. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ പോലും നമ്മൾ ആ സ്റ്റാർട്ടിങ് സ്റ്റേജസ് നന്നായിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ വർഷം പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ആ ഒരു 0 to 7 ആ സ്റ്റേജ് എന്താണെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. കാരണം എനിക്കത് ഒത്തിരി ക്ലാരിറ്റി തന്നിട്ടുണ്ട്. സോ എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും അതെ, ഓ ഇതുകൊണ്ടല്ലേ കുട്ടി ഇങ്ങനെ ബഹളം വെക്കുന്നത്, ഇതുകൊണ്ടല്ലേ ഇങ്ങനെ വാശി പിടിക്കുന്നത്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നേരത്തെ ആണെങ്കിൽ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചേനെ, പക്ഷെ ഇപ്പം എനിക്ക് ആകത്ത് ബ്രെയിനിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഹൗ ടു ടോക്ക് സോ കിഡ്സ് വിൽ ലിസൺ ആൻഡ് ഹൗ ടു ലിസൺ സോ കിഡ്സ് വിൽ ടോക്ക്. ബ്യൂട്ടിഫുൾ ബുക്കാണ്. ഐ വുഡ് സേ ഓൾ പേരൻസ് ഷുഡ് റീഡ് ഇറ്റ്. ഈവൻ ബിഫോർ ബിക്കമിങ് എ പാരന്റ് യു ക്യാൻ റീഡ് ഇറ്റ്. നിങ്ങളുടെ തന്നെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാവും. അതുപോലുള്ള പേരൻറ്റിംഗ് ബുക്സ് ലൈക്ക് കിസ് മീ നല്ലൊരു ബുക്കാണ്. സോ അങ്ങനെയുള്ള എന്തെങ്കിലും നല്ല പേരൻറ്റിംഗ് ബുക്സ് അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് അതൊക്കെ അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ടല്ലോ ഇതിനെക്കുറിച്ചൊക്കെ, ചൈൽഡ് ബ്രെയിനിനെ കുറിച്ചൊക്കെ. അപ്പോൾ കുറച്ചൊന്നും അതിനെക്കുറിച്ച് അവെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൈൽഡിനെ നമുക്ക് വേറൊരു രീതിയിൽ കാണാൻ പറ്റും.